2550 റേഞ്ചിൽ കോട്ട ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വരുന്ന സാരീസാണ് കാണുന്നത്. നമുക്കൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ട് അതിൽ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഓഫ് വൈറ്റ് ആൻഡ് ലാവൻഡർ കളർ കോമ്പിനേഷനിലേക്ക് വരും. എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് സൈഡിൽ ക്രോഷ്യോലൈസ് ആണ് കൊടുത്തേക്കുന്നത്. ഓരോന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് വൈറ്റും ഇങ്ങനെ ഒരു യെല്ലോയിഷ് പീച്ച് കളർ ടോണിലേക്കാണ് വന്നേക്കുന്നത്. ഒലിവും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. ഇത് ബ്ലൂ കളർ ടോണിലേക്ക് വരും. ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ടോണിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രീനിൻ്റെ ഒരു ടോൺ വരുന്നുണ്ട്. അതിൽ ഫുൾ ഫ്ലോറൽസ് ആണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ലാസ്റ്റ് വരുമ്പം ഇതിൻ്റെ ഒരു പിങ്ക് കളർ ടോണിലേക്കാണ് വന്നേക്കുന്നത്. കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുവെക്കാം. ഫസ്റ്റ് പാറ്റേൺ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സാരി വരുമ്പോഴത്തേക്ക് നമുക്ക് സാരിയിൽ ഈ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് വരുന്നത്. ഹാഫ് നമുക്ക് എംബ്രോയ്ഡറി വരുന്നില്ല. ഒരു നെഗറ്റീവ് പ്രിൻറ്റും അതിൻ്റെ മുകളിൽ ആ ഒരു ലാവൻഡർ കളറുള്ള ഫ്ലോറൽ പ്രിൻറ്റും ആണ് വന്നേക്കുന്നത്. പിന്നെ ഈ മുന്താണിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഫുള്ളായിട്ടും ആ ഒരു എംബ്രോയ്ഡറിയും അതുപോലെ 4 സൈഡിൽ എംബ്രോയ്ഡറി പാറ്റേൺ ഉണ്ട്. ക്രോഷ്യോയുള്ള ലേസും കൊടുത്തിട്ട് പ്രിൻ്റ് ആണ് വരുന്നത്. ബ്ലൗസ് ഞാൻ നേരത്തെ കാണിച്ച പോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒലിവ് കളർ കോമ്പിനേഷനിലേക്കാണ് ഈ സാരി നമുക്ക് വരുന്നത്. നല്ലൊരു പിങ്ക് കളർ ടോണിലേക്കാണ് ഈ സാരി വന്നേക്കുന്നത്. ഗ്രീൻ കളർ ടോണിലേക്കാണ് ഈ സാരി വന്നേക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളർ ടോണിലേക്കാണ് ഈ സാരി വരുന്നത്.